ഹാപ്പി ദിവാലി ഗൈസ്. സോറി, ദിവാലി ഒന്ന് കഴിഞ്ഞിരുന്നു, ബട്ട് സാരില്ല, സ്റ്റിൽ ഹാപ്പി ദിവാലി. അപ്പോൾ മിക്ക എല്ലാ സൗത്ത് ഇന്ത്യൻ, കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും ദിവാലി കുറച്ചുകൂടെ ആഘോഷിക്കുന്നത്, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ വീട്ടിലത്തെ ദിവാലി എന്ന് പറയുമ്പോൾ ദീപാവലി എന്ന് പറയുമ്പോൾ ചിരാതൊക്കെ കത്തിച്ച് ലൈറ്റ്സ് കത്തിച്ച് വെക്കും. ഈവനിങ് ആകുമ്പോൾ വീടൊക്കെ ഫുൾ ക്ലീൻ ചെയ്യും. ഇതാണ് നമ്മുടെ ദീപാവലി, എൻ്റെ വീട്ടിലത്തെ ദീപാവലി. ഈ ദീപാവലി കുഞ്ഞാപ്പൂൻ്റെ ഫസ്റ്റാണ്. അപ്പോൾ അവനിങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെക്കുന്നത് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കണ്ടിങ്ങനെ എന്താ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലായോ എന്നറിയില്ല. എന്നാലും അങ്ങനെ നോക്കി നമ്മൾ കാണിച്ചു കൊടുക്കും, എല്ലാം കാണിച്ചു കൊടുക്കും. ഫുൾ ടൈം വീഡിയോ കോളിലുണ്ടാവും എന്നും. ആൻഡ് ഇപ്രാവശ്യം അമ്മ അവിടെയാണ്, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഇങ്ങനെ വെക്കുന്ന ചുമതലകൾ മൊത്തം എനിക്കാണ്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ അച്ഛനാണ്. ഇറ്റ്സ് ഓക്കെ. മേലെ കടിച്ചു വരുന്നത് ഞാനാണ്. താഴത്തെ സൈഡ് മൊത്തം അച്ഛനായിരുന്നു. അപ്പോൾ അവിടേക്ക് മൊത്തം ഞങ്ങൾ ചിരാതൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചു, എല്ലാം അറേഞ്ച് ചെയ്ത് മേലും കൊണ്ടുവച്ചു. അതിലൊക്കെ എണ്ണ ഒഴിക്കുകയാണ് സീൻ. അച്ഛനും കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ താഴെ ഇരുന്ന് ഒഴിക്കുന്നത് അച്ഛന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒഴിച്ചത്. പിന്നെ അതിലൊക്കെ മൊത്തം തിരിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കത്തിക്കാനുള്ളത് ഒരുങ്ങി. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഇവിടെ കത്തിക്കുന്നതിന് മുന്നേ വിളക്ക് കത്തിച്ചിട്ടാണ് കത്തിക്കുക. അപ്പോൾ ആദ്യം വിളക്ക് കത്തിക്കാനൊക്കെ പോയി ഞാൻ. വിളക്ക് കത്തിച്ചിട്ട് പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് അതൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഒരു ചിരാതും വെച്ചിട്ടുണ്ട്, അതും കത്തിച്ച് പിന്നെ നമ്മുടെ പുറത്തുനിന്ന് ഒരു ചിരാത് കൊണ്ടുവന്ന് അവിടെ ഫുള്ള് കത്തിക്കുകയാണ് ചെയ്യുക. നമ്മുടെ ദീപാവലി നോർമലി അങ്ങനെയാണ്. ഇടയ്ക്ക് ഒരു ദീപാവലിക്ക് ഞാനിങ്ങനെ കളർ കൊണ്ട് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആദ്യമൊക്കെ ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഫുൾ വീട് മൊത്തം കത്തിച്ചൊന്നുമല്ല, വീട് മൊത്തം ലൈറ്റ്സ് പകർന്നു കൊടുത്തു. ഈ ഒരു ലൈറ്റിൽ നമ്മുടെ വീട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഞാൻ എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഇയേഴ്സിലും നമ്മൾ ദീപാവലിക്കും അതേപോലെ ശ്രീകൃഷ്ണ ജയന്തിക്കും ഇതേപോലെ ലൈറ്റ് വെക്കാറുണ്ട്. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എല്ലാവരും ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ദീപാവലി എങ്ങനെയായിരുന്നു, നിങ്ങളുടെ എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.